ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 ദിവസം മുൻപ് ഒരു ഷോട്ട് ഇട്ടിരുന്നു. നല്ലൊരു ഹാങ്ങിങ് പോട്ട് ഹോം ഡെക്കർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചു എന്നോട് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവരുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് ഒരേപോലത്തെ 2 കുപ്പിയാണ് മെയിനായിട്ട്. ഒരേപോലത്തെ 2 ബോട്ടിൽ പ്ലാസ്റ്റിക് തന്നെ വേണം കേട്ടോ, കാരണം അത് നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ആ ഒരു ഭാഗം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അവിടെ നമുക്കത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് വേറെ മറ്റേ കുപ്പി നമ്മൾ ഒരു പകുതിക്ക് വെച്ച് മുറിക്കുക. കാരണം അതർ സൈഡ് ആ കുപ്പിയുടെ അടപ്പിൻ്റെ ഭാഗം നമുക്ക് സിലിണ്ടർ ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഭാഗം നമുക്ക് കളയാം കേട്ടോ. എന്നിട്ട് ഈ ഭാഗം നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കണം. നമ്മൾ ആ മാർക്ക് ചെയ്ത് വെച്ച ആ മാർക്കിൻ്റെ ബോർഡറിൽ വരുന്ന വിധത്തിൽ ഈ മറ്റേ ഭാഗം ഇരിക്കുന്ന മാതിരി ആയാൽ നമുക്ക് 2 സൈഡും ഒരേ ലെങ്ത്തിൽ കിട്ടും, മാർക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. നമുക്ക് അതിനനുസരിച്ച് അത് കട്ട് ചെയ്ത് ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ വലുതാക്കി അങ്ങോട്ട് കട്ട് ചെയ്യാൻ പറയണത്. നമ്മളതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഷേപ്പ് ശരിയാവുന്ന വിധത്തിൽ നമുക്കതങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വെച്ച് നോക്കുക. ഇപ്പോൾ ഓക്കെയാണ്. ഇനി നമ്മളത് തുറന്നിട്ട് അതിൻ്റെ അടപ്പ് അടയ്ക്കണം കേട്ടോ. കാരണം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ് നമ്മൾ പ്ലാന്റ് ഇട്ടിട്ട് ചെടി ഇട്ടിട്ട്. അപ്പോൾ മുറുക്കി ടൈറ്റായിട്ട് ആ അടപ്പ് അടയ്ക്കണം. എന്നിട്ട് നമ്മൾക്ക് ആ റെക്റ്റാങ്കിൾ ഷേപ്പിൽ മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കത്രിക ഉപയോഗിച്ചിട്ട് നല്ല ഷാർപ്പായ കത്തി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ അതർ സൈഡും കൂടി വെച്ചിട്ട് ഒരു സിലിണ്ടർ ഷേപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ ആ ബോട്ടിലിനെ. മറ്റേ ബോട്ടിലിൻ്റെ പകുതി ഭാഗം കൂടി അടപ്പിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു സിലിണ്ടർ ഷേപ്പിലാക്കി. ഇപ്പോൾ നമ്മുടെ ഹാങ്ങിങ് പോട്ട് ആക്ച്വലി റെഡിയായി. ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചെടി ഇടാം. പക്ഷേ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇത് 2 കുപ്പിയാന്നേ മനസ്സിലാവാത്ത വിധത്തിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് പോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കുന്നത് ചൂടി കയറുണ്ടല്ലോ, ചെറിയ ചൂടി കയറ്, അതാണ്. അത് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. വുളൻ നൂലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് ആദ്യം ചുറ്റി കൊടുക്കുന്ന ആ ഭാഗത്ത് ഫെവിക്വിക്കോ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ഒക്കെ വെച്ചിട്ട് വേണം ഈ കയർ അവിടെ സെറ്റ് ചെയ്ത് ഉറപ്പിച്ച് വെക്കാൻ. ഒരു 2-3 റൗണ്ട് ഈ സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്വിക്ക് വെച്ചാൽ മതി കേട്ടോ കയറ് ചുറ്റാൻ. പിന്നെയൊക്കെ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ മുറുക്കി പിടിച്ച് ടൈറ്റായിട്ട് അങ്ങോട്ട് ചുറ്റിയെടുത്താൽ മതി. ആ ബോട്ടിലിൻ്റെ സൈഡ് ബോട്ടിൽ കാണാത്ത വിധത്തിൽ കയറുകൊണ്ട് ടൈറ്റായിട്ട് ചുറ്റിയെടുക്കുക. എന്നിട്ട് ആ ബോട്ടിലിൻ്റെ ആ അറ്റം വരുമല്ലോ, ലാസ്റ്റ് വരുമ്പോൾ ആ റൗണ്ട് ചുറ്റുമ്പോൾ നമ്മൾ ഗമ്മ് കൂട്ടി ചുറ്റണം കേട്ടോ, അല്ലെങ്കിൽ അത് വിട്ടുപോരും. ബാക്കിയുള്ള ഭാഗം അങ്ങനെ മുറുക്കി ചുറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ 2 സൈഡും ചുറ്റിയെടുത്ത് അവസാനത്തെ ഭാഗം വരുമ്പോൾ നമ്മൾ ഗമ്മ് വെച്ച് ഒട്ടിച്ചിട്ട് അത് ഫിനിഷ് ചെയ്യണം കേട്ടോ. ആ ചുടി അവസാനം വെക്കുമ്പോഴും നമ്മൾ ഗമ്മ് വെക്കണം, ആദ്യം വെക്കുമ്പോഴും ഗമ്മ് വെച്ചിട്ട് വേണം ചുറ്റാൻ. ഇനി എന്താണെന്ന് വെച്ചാൽ ഞാനിത് പിസ്തയുടെ ഷെല്ല് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാൻ ഈ ഭാഗം ഡെക്കറേറ്റ് ചെയ്യണത്. അപ്പോൾ എന്താ വെച്ചാൽ ഷെൽസ് ഇങ്ങനെ വെക്കുമ്പോൾ ഈ കുപ്പിയുടെ ഇടയിലുള്ള ഭാഗങ്ങൾ ഇങ്ങനെ കാണും കുറച്ച്. അപ്പോൾ അത് കുപ്പിയാന്ന് മനസ്സിലാവും. അപ്പോൾ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാബ്രിക് പെയിൻറ് ഉണ്ടായിരുന്നു, അത് കുറച്ച് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, മരത്തിൻ്റെ കളറുള്ളത്, ആ ചൂടിയുടെ കളറുള്ളത്. അപ്പോൾ ആ ഷെൽസ് വെക്കുമ്പോൾ ഇടയിലുള്ള ഭാഗം കണ്ടാലും വൃത്തികേടുണ്ടാവില്ല. ഇനി നമ്മൾ ഈ പിസ്തയുടെ ഷെൽസ് അവിടെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, ഗ്ലൂ വെച്ചിട്ട്. ഇവിടെ നമുക്ക് ഷെല്ലല്ലാതെ ഇതും നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോന്ന് വെച്ചിട്ട് ചെയ്യാം. ഈ വിറകിൻ ഈ ചുള്ളിക്കമ്പുകളുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. വുളൻ നൂല്, അതൊക്കെ പല കളറിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഭാഗം എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് ഡെക്കർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് പിസ്തയുടെ ഷെല്ല് വെക്കണമെന്നുള്ളൂ. ഗമ്മ് വെച്ചിട്ട് വേഗം ഒട്ടിച്ചു കൊടുക്കണം, അല്ലേ ആ ഗമ്മിൻ്റെ ഇത് തീരും. അപ്പോൾ ഗമ്മ് ഇങ്ങനെ വെച്ച് ഒരു റൗണ്ട് ഗമ്മ് അപ്ലൈ ചെയ്യുക. അപ്പോൾ തന്നെ ഷെൽസ് ഇങ്ങനെ വേഗം വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഷെൽസ് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞു ബോട്ടിൽ ചൂടിയും വെച്ചിട്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഞാൻ മുന്നേ ഉണ്ടാക്കിയാൽ ഇതുപോലെ പെയിൻറ് ചെയ്തിരുന്നു കേട്ടോ. ഈ ഷെല്ലും കൂടി മരത്തിൻ്റെ കളറിൽ പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ ചെയ്യുന്നില്ല, ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ വിചാരിച്ചു. ഈ ഷെൽസ് കാണാനും ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ പെയിൻറ് ചെയ്യണില്ല, കഴിഞ്ഞു. നമ്മുടെ ഇനി അവിടെ ഒരു കയറ് കെട്ടിയിട്ട് തൂക്കിയിടേണ്ട വിധത്തിൽ കയറ് കെട്ടി 2 സൈഡിലും കയറും കൂടി കെട്ടിയാൽ നമ്മുടെ ഹാങ്ങിങ് പോട്ട് റെഡിയായി. ഇനി രാവിലെ നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട്
പ്ലാന്റ് വെക്കുന്ന കാണിക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഹാങ്ങിങ് പോട്ട് റെഡിയായി. കുപ്പിയാന്നേ തോന്നില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിങ്ങനെ തൂക്കിയിട്ട് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഏത് പ്ലാന്റാണ് നമുക്ക് ഇഷ്ടം, വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ് ഏതെങ്കിലും അതിലേക്ക് നല്ല ഭംഗിയായിട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ഹാങ്ങിങ് പോട്ടായിട്ട് നമുക്ക് തൂക്കിയിടാം കേട്ടോ. സിറ്റ് ഔട്ടിലോ ഹാളിലോ ഇൻഡോറിലോ ഔട്ട്ഡോറിലും വയ്ക്കാം. വീടിൻ്റെ അകത്തും വയ്ക്കാം, പുറത്തും വയ്ക്കാം. നമുക്ക് ഭംഗിയായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് പോട്ടായിട്ട് ഇത് കിടക്കും കേട്ടോ. കണ്ടോ, എവിടെ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം, തൂക്കിയിട്ട് കൊടുക്കാം, സ്ഥലം മാറി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ കിടന്ന് അങ്ങനെ വളരും, നല്ല ഭംഗിയാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. താങ്ക് യു.